നമസ്കാരം. ട്രെൻഡിംഗ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ഒറ്റയടിക്ക് കൂടിയത് 1800 രൂപ. 92,600 രൂപയിൽ ഇന്ന് പവൻ വില. ചെങ്കോട്ടയിൽ നടന്നത് ഭീകരാക്രമണം തന്നെ. ഡോക്ടർ ഉമർ മുഹമ്മദ് ചാവേറായി പൊട്ടിത്തെറിച്ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ. സ്ഫോടനത്തിന് ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്നും സൂചന. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 8 പേരെന്ന ഔദ്യോഗിക സ്ഥിരീകരണം. ചികിത്സയിലുള്ളത് 30-ലേറെ പേർ. കൊല്ലപ്പെട്ടവർ ഡൽഹി UP സ്വദേശികളെന്ന് വിവരം. സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടത് തിരക്കേറിയ ചാന്ദ്നി ചൌക്ക് മാർക്കറ്റ് എന്ന വിവരം. ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നു. അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപക പരിശോധന. കേരളത്തിലും വിവിധയിടങ്ങളിൽ പരിശോധന. കനത്ത സുരക്ഷയിൽ ബീഹാറിൽ അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 20 ജില്ലകളിൽ 122 മണ്ഡലങ്ങളിൽ പോളിംഗ്. വിധി എഴുതുന്നത് 3.7 കോടി വോട്ടർമാർ. കലാമണ്ഡലം അധ്യാപകനെതിരെ പോസ്കോ കേസ്. ദേശ്മംഗലം സ്വദേശിയായ അധ്യാപകനെതിരെ VCക്ക് പരാതി നൽകി. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അധ്യാപകൻ ക്ലാസ്സിൽ മദ്യപിച്ച് വരുന്നതായും പരാതി. ദേശീയപാത തൃശൂരിൽ വാഹനാപകടം. KSRTC ബസ് ലോറിക്ക് പിന്നിലിടിച്ചു. ബസ് യാത്രക്കാരായ 10-ലധികം പേർക്ക് പരിക്ക്. അപകടം പുലർച്ചെ കൊടക്കര വേൽപ്പാടത്തിന് സമീപം. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ 90,000-ന് മുകളിലെത്തിയ സ്വർണ്ണവില ഇന്ന് ഒറ്റയടിക്ക് 1800 രൂപയാണ് വർദ്ധിച്ചത്. 92,000 കടന്ന് കുതിക്കുകയാണ് സ്വർണ്ണവില. 92,600 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 225 രൂപയാണ് കൂടിയത്. 11,575 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 90,200 രൂപയായിരുന്നു സ്വർണത്തിന്. 5-ാം തീയതി 89,080 രൂപയായി താഴ്ന്നു. പിന്നീട് 89,000-നും 90,000-നും ഇടയിൽ സ്വർണ്ണവിലയെത്തി. ഒക്ടോബർ 17-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവകാല റെക്കോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ആവണി ചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആവണി, ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുതിക്കുന്നത്. ഇന്നലെയൊക്കെ തന്നെ 90,000-ൽ എത്തിയിരുന്നു. ഇന്നതാ ഒറ്റയടിക്ക് 1800 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊക്കെ എന്താണ്? അതെ, മേഘ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഈ സ്വർണത്തിന്റെ വില 90,000-ന് മുകളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഒറ്റയടിക്ക് 1800 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടെ 92,600 രൂപയിലാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വ്യാപാരം നടത്തുക. കഴിഞ്ഞ ദിവസം 2 തവണയായി സ്വർണത്തിന് വില വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 92,360 രൂപയായിരുന്നുവെങ്കിൽ അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 92,800 സംതിങ് രൂപയിലേക്ക് ഒക്കെ മാറിയിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് 1800 രൂപയുടെ ഒരു പെട്ടെന്നുള്ളൊരു കുതിപ്പ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 225 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവിലയിൽ വർധനം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, കഴിഞ്ഞ മാസം ഈ ഒക്ടോബർ മാസത്തിലൊക്കെ തന്നെ സ്വർണ്ണവിലയിൽ ഒരു ഇടിവ് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തിയത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാകുന്ന ഒരു ഘടകം തന്നെയായിരുന്നു. ഈ രീതിയിൽ സ്വർണ്ണവില വീണ്ടും താഴെ എന്നുള്ളൊരു നിഗമനമൊക്കെ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും സ്വർണ്ണവിലയിൽ ഒരു വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ 1800 രൂപ വർദ്ധിച്ചു. ഒറ്റയടിക്കാണ് ഈ 1800 രൂപ വർദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നേരത്തെ നമുക്കറിയാം 97,000 രൂപയിലേക്കൊക്കെ ഈ സ്വർണത്തിന്റെ വില എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടരുക. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പുണ്ടാകുന്നത്. ഇന്നലെയൊക്കെ തന്നെ 90,000 കടന്നിരുന്നു. ഇന്നതാ ഒറ്റയടിക്ക് 1800 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വ്യാപാരി എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? ഒന്നാമത് കച്ചവടമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനെയുള്ള ഒരു വിലയിലുണ്ടാകുന്ന ഈ ചേഞ്ച് ശരിക്കും വ്യാപാരത്തെ വളരെ മോശമായിട്ടുള്ള തരത്തിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ പോലും ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ആളുകൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അവരകന്നു നിൽക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അത് വാങ്ങുന്ന ആളുകളെ പോലെ തന്നെ വിൽക്കാനുള്ള ആളുകളും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് കുറയുകയാണ്. കാരണം ഇങ്ങനെ
ക്രമാതീതമായി വർദ്ധിച്ചു പോകുന്നു. അപ്പൊ ആളുകൾ ചിന്തിക്കുന്നത് ഇനിയും വില ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു വിലയിലേക്ക് പഴയതുപോലെ അല്ലെങ്കിൽ അതിൽ ഉപരിയായിട്ട് പവന് 1 ലക്ഷം രൂപയൊക്കെ കടന്ന് മുന്നോട്ട് പോകും എന്നുള്ള തരത്തിൽ ആളുകൾ ചിന്തിക്കുകയും അതിനെ തുടർന്ന് വിൽക്കാനുള്ള ആളുകൾ പോലും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് നിന്ന് അകലം പാലിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള അവർ പലിശ നിരക്ക് കുറയ്ക്കുമെന്നതിനെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷകൾക്ക് ആക്കം കൂടിയത്. അതായത് അത് ഉറപ്പായിട്ടും ഈ വരുന്ന മാസം തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയും എന്നുള്ള തരത്തിൽ ഉള്ള ചിന്തയാണ് ഈ മാർക്കറ്റുകളെ മൊത്തത്തിൽ അത് ബാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇത് എത്ര ദിവസം അല്ലെ എത്ര നാളിത് ഈ ഒരു വർധനവ് തുടരും എന്നതിനെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു പ്രഡിക്ഷനും സാധ്യമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ അസാധ്യമായ ഈ പ്രതിഭാസങ്ങൾ വ്യാപാരികളെ ശരിക്കും വ്യാപാരത്തെ പിന്നോട്ടടിക്കുന്നത് മൂലം വ്യാപാരികൾ ശരിക്കും ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അതേപോലെ തന്നെയാണ് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കട ഇപ്പം സ്വന്തം കെട്ടിടം അല്ലെങ്കിൽ അതിൻ്റെ റെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റാഫിനുള്ള ശമ്പളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അതേപോലെ തന്നെ മുൻപ് നമുക്കൊക്കെ റിപ്പോർട്ട് കിട്ടിയതൊക്കെ അനുസരിച്ച് പല സ്വർണ്ണ വ്യാപാരികളും ഈ കച്ചവടത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്നതായിട്ടും അതേപോലെ തന്നെ പുതിയ ജ്വല്ലറികളൊന്നും തന്നെയുള്ള ഉദ്ഘാടനം അതൊന്നും നമ്മൾ സാധാരണയായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതാണ്. പക്ഷേ അതുപോലും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ആളുകൾ മാറുകയാണ്. ശരിക്കും അതൊരു വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായത് നേരത്തെ റിസഷൻ കാല സമയത്താണ്. അതായത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇതുപോലെ ആളുകൾ എത്താതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും അതിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് വ്യാപാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം അല്ലെ 1 വർഷത്തിലധികമായി വ്യാപാരങ്ങളിൽ മൊത്തത്തിലൊരു മാന്ദ്യം ഉണ്ടായിരുന്നെങ്കിലും അത് അതിന്റെ പീക്ക് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു വിലയിലുള്ള വർധനവും കുറവും കാരണം. ഒന്നുകിൽ വില കുറയുക, വില കുറഞ്ഞ് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ വില കൂടി ഒരിടത്ത് എവിടെയെങ്കിലും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ സ്വർണ്ണ വ്യാപാരം നടക്കുകയുള്ളൂ. വില കൂടി നിൽക്കുകയാണെങ്കിൽ വിൽപ്പനയും വാങ്ങലും ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ എക്സ്ചേഞ്ചുകളോ കാര്യങ്ങളോ എല്ലാം തന്നെയൊക്കെ നടക്കും. പക്ഷെ ഇങ്ങനെയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിപണിയിൽ ഇങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോട് അറിയുന്ന എല്ലാവരും തന്നെ ഇതിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോവാതെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ഉടനടിയൊന്നും അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് അത് കുറയുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും കൂടുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ശരിക്കും വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റാഫുകളുടെ ശമ്പളം, കറണ്ട് ചാർജ് അടക്കം, വാടക അടക്കമുള്ള ഭീമമായ തുകകൾ മീറ്റ് ചെയ്യാനായിട്ട് വ്യാപാരികൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് പോകുന്നത്. പിന്നെ അതിനെയൊക്കെ തരണം ചെയ്യും, ഈ കാലവും കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വ്യാപാരികൾക്കില്ല. എപ്പോഴേലും ഒരു മാറ്റം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിലാണ് കൂടുതലും വ്യാപാരികൾ നിൽക്കുന്നത്. പക്ഷേ ഈ വ്യാപാരം നടത്തുന്നതിനായിട്ട് ഒരുപാട് ലോണുകളൊക്കെ എടുത്ത് വ്യാപാരം ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. അവർ വീണ്ടും വീണ്ടും പുതിയ മേഖലകളിൽ പ്രൈവറ്റ് ആളുകളുടെയും ഒക്കെ ലോണുകൾ സംഘടിപ്പിച്ചൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അത് എത്ര നാൾ അല്ലെ എത്ര മാസം അവർക്ക് അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. ഓരോ പ്രതീക്ഷയാണല്ലോ, ഓരോരുത്തരെയും ഓരോ പ്രതീക്ഷകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ പ്രതീക്ഷകൾക്കൊക്കെ എത്ര കണ്ട് ഒരു മുന്നോട്ടുള്ളൊരു നിലനിൽപ്പുണ്ടാവും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോ വ്യാപാരി എന്ന നിലയിൽ ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അരുൺ, ഈ അസോസിയേഷനിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മറ്റ് വ്യാപാരികളൊക്കെ പറയുന്നത്? ഈ നമുക്ക് ഏതായാലും സ്വർണ്ണ വിലയിൽ ഒരു കുറവ് വരുത്താനൊന്നും സാധിക്കില്ല, ഈ പണിക്കൂലിയിൽ അടക്കം എന്തെങ്കിലും കുറവ് വരുത്തുന്ന കാര്യമൊക്കെ സംസാരിക്കാറുണ്ടോ? എന്താണ് അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ? പണിക്കൂലിയിലെ കുറവെന്ന് പറയുന്നതിൽ അത് ഇപ്പോ പണ്ട് കാലത്തെ പോലെ വലിയ മാർജിനിൽ ഇട്ടല്ല ഒരു സ്വർണ്ണ വ്യാപാരവും നടത്തുന്നത്. കാരണം ഇപ്പൊ മെഷീനറിയിലൂടെ ആണ്, കൂടുതൽ മെഷീൻ മെയ്ഡ് ആണ്. പിന്നെ ഈ പ്രത്യേക തരത്തിലുള്ള ആഭരണങ്ങൾക്ക് മാത്രമാണ് കൂടിയ നിരക്കിൽ ഒക്കെ പണിക്കൂലി വരുന്നത്. അത് ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് ലഭിക്കുന്ന
ആ ഒരു പണിക്കൂലി ഉണ്ട്. ആ പണിക്കൂലിയിൽ അവരൊരു മാർജിൻ ഇടാതെ അവർക്ക് എന്താണെങ്കിലും വ്യാപാരം നടത്താൻ സാധിക്കില്ല. ഈ പണിത് നൽകുന്ന ആളുകൾ അവർക്ക് ചെലവാകുന്ന തരത്തിലാണ് അനുസരിച്ചാണ് അവർ ഇതിനൊരു പണിക്കൂലി ഇടുന്നത്. പക്ഷേ ഈ പണിക്കൂലിയിലെ വ്യത്യാസം വരുത്തുന്നതുകൊണ്ട് ഒന്നും ഇതിനകത്ത് സ്വർണ്ണ വിലയ്ക്കകത്ത് ഒരു ചേഞ്ച് വരില്ല. സ്വർണ്ണ വിലയ്ക്കകത്ത് ചേഞ്ച് വരണമെങ്കിൽ അടിസ്ഥാന വില കുറയണം, അല്ലെങ്കിൽ GST നിരക്കിൽ കുറവുണ്ടാവണം. ഇപ്പൊ നിലവില് 3% സ്വർണത്തിന്റെ GST എന്ന് പറഞ്ഞാൽ പോലും ഈ 3% GST എന്നുള്ള ഇതിൽ നിരക്കിൽ പോകുമ്പോൾ പോലും 360 രൂപയോട് അടുത്ത് ഒരു ഗ്രാമിന് നമുക്ക് GST മാത്രം അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അത് 2 കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രാമിന് 100 രൂപയുടെയൊക്കെ വ്യത്യാസം വരും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. ഈ ആഗോള തലത്തിലുണ്ടാകുന്ന ഈ ചേഞ്ചുകളെ അനുസരിച്ച് നമ്മളും അതിനൊപ്പം നീങ്ങുക എന്നുള്ളതിന് അല്ലാതെ ഇവിടെ കേരളത്തിലെ ആരിലും വല്ല നിശ്ചയിക്കുന്ന പോലെയോ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോ ഒരു ഗ്ലോബലൈസേഷൻ വേൾഡിലല്ലേ പോകുന്നത്. അപ്പൊ ആ വിദേശത്തുണ്ടാകുന്ന ചേഞ്ചുകൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വില കുറവ് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്കോ അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ലാഭമോ ഒന്നും ലഭിക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല. അതുപോലെയാണ് ശ്രീ അരുൺ, ഈ ആളുകൾക്കൊക്കെ തന്നെയും ഈ കസ്റ്റമേഴ്സൊക്കെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ്, അതായത് കോടികൾ വില മതിക്കുന്ന വസ്തുക്കളാണ് ആ ഷെൽഫിൽ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് പല ആളുകളും ഇപ്പോൾ സംസാരിക്കുന്നത് അടക്കം. കാരണം അതെടുത്ത് വിറ്റാൽ പോരെ, അങ്ങനെ ഒരു രീതിയാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളും അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും പല ആളുകളും പറയുന്നത്, നിങ്ങൾക്കത് വിറ്റാൽ മതിയല്ലോ, നല്ല പൈസയല്ലേ, അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. വിറ്റുവരവ് നടക്കാതെ അല്ലാതെ ഒരു രക്ഷയും സ്വർണ്ണ വ്യാപാരികൾക്കില്ല അല്ലേ? അല്ല, ഞാൻ ഈ പറയുന്ന ആളുകൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പൊ താങ്കൾ അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ, നിങ്ങൾ ഇപ്പൊ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് വില കൂടുമ്പോൾ നിങ്ങളുടെ ഈ പഴയ സ്റ്റോക്ക് അല്ലേ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ വിറ്റാൽ ഈ കൂടിയ വില നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വിറ്റാലല്ലേ ലാഭം എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് ഈ ബിസിനസ് നിർത്താൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഇപ്പൊ എന്റെ ഇരിക്കുന്ന സ്റ്റോക്ക് വിറ്റ് പണമാക്കി ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു വ്യാപാരം തുടർന്നു പോവുകയാണ്. ഇപ്പൊ ഞാൻ ഇന്നത്തെ വിലക്ക് ഈ സ്വർണം വിറ്റാൽ നമുക്ക് ഈ നാളത്തെ ദിവസം എനിക്ക് ഇതിന് പകരം തിരിച്ച് സ്വർണം മേടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില കൊടുത്താലല്ലേ എനിക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. അല്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പണ്ട് കാലത്ത് നമുക്ക് ഗ്രാമിന് 800-നോ 1000-നോ ഒക്കെ കിട്ടിയ തൊട്ടുള്ള സ്റ്റോക്കുകളില്ലേ നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെയാണ് ആളുകൾ ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നത്. അത് അവരുടെ ഒരു പരിചയമൊക്കെ വെച്ച് ചുമ്മാ ഇതായിട്ട് ചോദിക്കുന്ന. പക്ഷെ അതിന് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വിൽക്കുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് തിരിച്ച് റീറ്റെയിൻ ചെയ്യണം. ആ തിരിച്ച് സ്റ്റോക്ക് വെക്കണമെങ്കിൽ ഈ പുതിയ വില നൽകിയാൽ മാത്രമല്ലേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. പണ്ട് നേരത്തെ ഇരുന്നതിന് നമ്മളുടെ മൂലധനം വർദ്ധിക്കും, നമ്മുടെ അസറ്റ് വാല്യൂ വർദ്ധിക്കും എന്നതിനെ അപ്പുറത്തേക്ക് ഈ വില കൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു വ്യാപാരിക്കും പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല. അതെല്ലാം നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഉപഭോക്താവിനാ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്കാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അവര് മേടിച്ചു, അവർ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല മേടിച്ചു വെക്കണം. അവരൊരു അസറ്റായിട്ട് അല്ലെങ്കിൽ അവര് ഒരു നിക്ഷേപം എന്ന നിലയിലാണ് വാങ്ങി വെക്കുന്നത്. അവർക്ക് ഇത് വിൽക്കുമ്പോൾ അന്നേരത്തെ ലാഭം മതി. പക്ഷെ വ്യാപാരിയെ സംബന്ധിച്ച് ഇന്നിപ്പോ വിറ്റാൽ അവർക്കത് ആ വെയിറ്റ് തിരിച്ചു വാങ്ങണമെങ്കിൽ ഇന്നത്തെ പുതിയ വില കൊടുത്താലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇരിക്കുന്ന എടുത്ത് വിറ്റാൽ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമില്ല. പിന്നെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഈ ഇരിക്കുന്ന സ്റ്റോക്കിന് പോലും ലോണിന്റെ പുറത്തായിരിക്കും ഈ സ്റ്റോക്ക് പോലും ഇരിക്കുന്നത്. അത് വിറ്റാൽ പോലും കടം തീർക്കാൻ പറ്റാത്തത്രയും ഭാരത്തിലൂടെയാണ് പല ചെറുകിട വ്യാപാരികൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. വളരെ നന്ദിയുണ്ട് ശ്രീ അരുൺ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ വിലയിൽ സ്വർണം വാങ്ങാനും വിൽക്കാനുമുള്ള ആളുകൾ എത്തുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് അത് വ്യാപാരികൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആളുകൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്കത് വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ വില കൂടുന്നുണ്ട്, അത് വാങ്ങാത്തത് കൊണ്ട് അവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു സ്വർണ്ണ വ്യാപാരിയെ സംബന്ധിച്ച് ഈ കച്ചവടം നടക്കാതെ അവർക്ക് യാതൊരുവിധ ലാഭവും അല്ലെങ്കിൽ ഇരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ പൈസ പോലും ലഭിക്കുന്നില്ല. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഒരു വർധനവുണ്ടാകുന്നത്. മുൻപ് സ്വർണ്ണവില കുറഞ്ഞു വന്നപ്പോൾ ആളുകളൊക്കെ പ്രതീക്ഷിച്ചത് ഇനിയും കുറയുമെന്നാണ്. പക്ഷേ ഇന്നലെ 90,000 കടന്ന് ഇന്നിതാ ഒറ്റയടിക്ക് 1,800 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ വർധനവിന് പിന്നിലെ കാരണം അതെന്താണ്? അതായത് ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ കണ്ടത് 90,800 എന്നായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോഴേക്കും കേൾക്കുന്നു 90,600 രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ
അപ്പൊ അതായത് സ്വർണത്തിന്റെ വില ഉയരുന്നു. സ്വർണത്തിന്റെ വില മാത്രമല്ല ഇപ്പൊ ഉയർന്നിരിക്കുന്നത്, ഓഹരി വിപണിയിലും ഒരു ഉണർവ് ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഉണർവ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഈ ഉണർവ് ഉണ്ടാകാൻ കാരണം ട്രംപിന്റെ വമ്പൻ നാട്യവും പുള്ളിയുടെ എന്താ പറയുക നയങ്ങളുമാണ്. കാരണം ട്രംപ് ഇപ്പോ അമേരിക്കയിൽ അനൗൺസ് ചെയ്തിരിക്കുക, അതായത് ഏകദേശം അവിടെ ഷട്ട് ഡൗൺ ആയിരുന്നല്ലോ, ആ ഷട്ട് ഡൗൺ ഏകദേശം നിൽക്കാറായിരിക്കുന്നു, അതായത് നിർത്താറായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞാന് തീരുവ ചുമത്തി, അതായത് എല്ലാ രാജ്യങ്ങളുടെയും പേരിൽ നേരെ തീരുവ ചുമത്തി സമാഹരിച്ച ലാഭം കൊണ്ട് $2000 വീതം അമേരിക്കയിലെ സാധാരണ പൗരന്മാർക്ക്, വലിയ പണക്കാർക്കല്ല, സാധാരണ പൗരന്മാരുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്ന്, അത്രയേറെ ലാഭം കൊയ്തു മറ്റു രാജ്യങ്ങളുടെ മേൽ ചുങ്കം ചുമത്തി. അപ്പൊ ഇനിയും ഈ വ്യാപാര യുദ്ധം കുറച്ചുകൂടി നീണ്ടുപോകും. അതിന് അറുതി വന്നിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സ്വർണത്തിന്റെ വില പിന്നെയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് പറയുന്ന മണ്ടത്തരങ്ങൾ ഒക്കെയും സ്വർണത്തിന്റെ വില ഉയർത്തത്തക്ക രീതിയിൽ, അതായത് ട്രംപ് പറയുന്ന മണ്ടത്തരങ്ങളുടെ ഉദ്ദേശം എന്താണ്? ട്രംപിന്റെ മഹത്വം, അമേരിക്കയുടെ മഹത്വം, ഇതൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ എല്ലാ രാജ്യങ്ങളുടെയും നേരെ ചുങ്കം ചുമത്തും. അവിടുത്തെ അമേരിക്കൻ സുപ്രീം കോടതി വരെ ഈ ട്രംപിന്റെ നയത്തെ ഇഷ്ടമില്ലാത്ത സംശയ ദൃഷ്ടികളോട് കൂടിയാണ് നോക്കുന്നത്. എന്നിട്ടും ട്രംപിന് മര്യാദ വരുന്നില്ല. അവരുടെ റിസർവ് ബാങ്കിന്റെ ജെറോം പവൽ പ്രസിഡന്റ് തന്നെ ഇദ്ദേഹത്തിന്റെ നയങ്ങൾക്ക് എതിരാണ്. ഇതൊന്നും ട്രംപിനെ മാറ്റുന്നില്ല. ട്രംപിന്റെ ആഗ്രഹം ഇങ്ങനെ, അതായത് ട്രംപിന് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ പൗരന്മാർക്ക് $2000 എന്ന് പറയുമ്പോൾ 1,70,000 രൂപയാണെന്ന് ഓർക്കണം ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് വാല്യൂ അനുസരിച്ച്. അങ്ങനെ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇപ്പൊ വരും, ഷട്ട് ഡൗൺ കഴിയുമ്പോൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി ഷട്ട് ഡൗൺ നടത്തി എത്രയോ പേരെ ജോലിയില്ലാതെ വീട്ടിലിരുത്തി, കുറെ നാളത്തേക്ക് 3 മാസത്തേക്ക് ജോലിയില്ലാതെ വീട്ടിലിരുത്തി. അങ്ങനെ ജോലിയില്ലാതെ വീട്ടിലിരുന്നത് മാത്രമല്ല, അവരുടെ ശമ്പളം പോയി. അങ്ങനെ എത്രയോ പേരെ പിഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ അധികവും ഇങ്ങനെ കഷ്ടപ്പെട്ടതൊക്കെ മൈഗ്രൻസ് ആണ്. അപ്പോൾ മൈഗ്രൻസിന്റെ ഒരു നല്ല ഭാഗം ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രൻസ് ആണ്. അങ്ങനെ മൈഗ്രൻസിനെയൊക്കെ കഷ്ടപ്പെടുത്തിയ ഫണ്ട് കൊണ്ടാണ് ട്രംപ് ഈ വമ്പത്തരമൊക്കെ കാണിക്കുന്നത്. അതിന്റെയൊക്കെ ഇമ്പാക്ട് എന്താണ് സ്വർണത്തിന്റെ വിലയിൽ? അതായത് അമേരിക്കൻ ഡോളറിന്റെ വിലയിലോ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇപ്പോഴത്തെ നിലയിൽപ്പിലോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. സ്വർണം തന്നെ വിശ്വസിക്കാവുന്ന അസറ്റ് എന്ന ഒരു ധാരണ വീണ്ടും നിക്ഷേപകരിൽ ഉണ്ടാവുകയാണ്. നിക്ഷേപകർ എന്ന് പറയുന്ന ഞാനോ നിങ്ങളോ പോലെയുള്ള നിക്ഷേപകരല്ല, വലിയ ധനികരായ കോർപ്പറേറ്റുകളും അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളും അത്തരം നിക്ഷേപകരാണ് ഈ സ്വർണത്തിൽ ഇങ്ങനെ കണ്ണുവെക്കുകയും സ്വർണത്തിലേക്ക് കോടിക്കണക്കിന് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ തുടരുകയില്ല. ട്രംപിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ട്രംപ് താമസിയാതെ തന്നെ ഈ തീരുവയിലൊക്കെ ഒരു നിശ്ചയദാർഢ്യം ഒരു രൂപം ഉണ്ടാക്കും. അതായത് ലോകം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുവയിലേക്ക് ട്രംപ് എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോൾ സ്വർണത്തിന്റെ വില തീർച്ചയായിട്ടും കുറയും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, സ്വർണത്തിന്റെ വില കുറയാതെ നിവൃത്തിയില്ല. അത് കുറയുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ഈ ട്രംപിനെ പോലെയുള്ള മണ്ടന്മാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിന്റെ വില കയറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. അല്ലാതെ അത് സ്ഥിരമായിട്ട് താഴേക്ക് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. എങ്കിലും ഈ 92,000 രൂപയിലൊന്നും സ്വർണത്തിന് നിൽക്കാൻ ഒക്കില്ല. അത് താഴേക്ക് വരും. അതൊരു 60,000 70,000 60,000 ഇടയ്ക്കുള്ള ഒരു തുകയിലേക്ക് വരും. അതുവരെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വെയിറ്റ് ചെയ്യുക. അഥവാ ഇഷ്ടം പോലെ പണമുള്ളവർ സ്വർണം വാങ്ങി വെക്കുക. സ്വർണം വാങ്ങി വെച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരില്ല. കള്ളൻ മോഷ്ടിച്ചോണ്ട് പോകാതെ, കൈയും കാലും വെട്ടിക്കൊണ്ട് പോകാതെ ആ സ്വർണം വെക്കേണ്ടിടത്ത് സൂക്ഷിച്ച് വെച്ച് ആരും കണ്ടുപിടിക്കില്ലാത്ത തരത്തിൽ അതിനെ സൂക്ഷിച്ചു വെച്ച് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ
കഴിയുമെങ്കിൽ സ്വർണത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. സ്വർണം കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റോളുക. കാരണം ഇപ്പോൾ വില കൂടിയിരിക്കുന്നു. നാളെ ഒരുപക്ഷെ വീണ്ടും വില കുറഞ്ഞേക്കാം. ട്രംപ് തീരുമാനം തിരുത്തി ഈ തീരുവ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു എന്ന് വരുന്ന ദിവസം നിങ്ങൾ കണ്ടോളൂ, സ്വർണത്തിന്റെ വില വച്ചടി വെച്ച് താഴേക്ക് വരും. അപ്പൊ അത് കാരണം പക്ഷെ താഴേക്ക് വരും എന്ന് പറഞ്ഞാൽ 20,000 ഒന്നും വരില്ല കേട്ടോ. 2020 ഉണ്ടായിരുന്ന വിലയിലേക്കൊന്നും വരില്ല. അതൊരു 60,000 70,000 ഇടയ്ക്ക് സെറ്റിൽ ചെയ്യുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതാണ് ലോകത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം, സ്വർണത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ലെസൺ. അപ്പൊ അങ്ങനെ തന്നെ സ്വർണം തിരിച്ചു നടന്നാൽ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ആ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീണ്ടും സ്വർണത്തിന് തലോടൽ കിട്ടും, സ്വർണം മുകളിലേക്ക് പോകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് താഴുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 90,000 താഴേക്ക് വരും. ട്രംപ് ഒന്ന് മര്യാദക്കാരനായിക്കോട്ടെ. അതെ, വളരെ നന്ദിയുണ്ട് ശ്രീമതി മേരി ജോർജ് അവസരത്തിൽ പ്രതികരിച്ചത്. ഏതായാലും സ്വർണ്ണവിലയിൽ ഒരു കുറവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. പക്ഷേ അത് ട്രംപിൻ്റെ നയങ്ങൾ, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും ഉണ്ടാകുക. ഇടവേള. ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ മാറ്റം വരുത്തി. പരിഷ്കരിച്ച പരീക്ഷയിൽ ജയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതോടെയാണ് പുതിയ മാറ്റം. ചോദ്യാവലിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ കൂട്ടത്തോൽവിയായിരുന്നു ഫലം. പരിഷ്കാരത്തിനെതിരെ വലിയ പരാതിയും ഉയർന്നു വന്നിരുന്നു. ഇതോടെയാണ് മാറ്റം വരുത്തിയത്. ക്യാപ്ചയുടെ എണ്ണം കുറച്ചാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. മുൻപ് 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പരിഷ്കരിച്ചപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം 30 ഇതിൽ 18 എണ്ണത്തിന് ഉത്തരം നൽകിയാലേ ജയിക്കുകയുള്ളൂ. ക്യാപ്ച രൂപത്തിൽ നൽകേണ്ട ഉത്തരമാണ് വട്ടം കറക്കുന്നത്. ചോദ്യാവലിയിൽ 3 സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം വരുന്ന ചോദ്യമാണ് ക്യാപ്ച നൽകേണ്ടത്. ക്യാപ്ച അടിച്ചു നൽകിയാണ് ഉത്തരം നൽകേണ്ടത്. ഓരോ 3 ചോദ്യത്തിന് ശേഷവും ക്യാപ്ച നൽകണമായിരുന്നു. കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വേഗതയില്ലാത്തവർക്കും പരിജ്ഞാനമില്ലാത്തവർക്കും ഈ ചോദ്യം പൂരിപ്പിക്കാൻ സമയം വേണ്ടിവരുന്നു. ഒരു സാധാരണ ചോദ്യത്തിന് 30 സെക്കൻഡും ക്യാപ്ച ഉത്തരമായി വരുന്ന ചോദ്യത്തിന് 45 സെക്കൻഡുമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ പരീക്ഷ എഴുതുന്ന പലർക്കും അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇംഗ്ലീഷ് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും നമ്പറുകളും അടങ്ങുന്നതാണ് ക്യാപ്ച. 30 ചോദ്യത്തിനും ഉത്തരം നൽകുന്നവർക്ക് 9 ക്യാപ്ച ചോദ്യങ്ങളുണ്ട്. ആദ്യ ക്യാപ്ച ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ തന്നെ സമയം പൂർത്തിയാകുന്ന അവസ്ഥയാണ്. ഇതേ തുടർന്നാണ് പരാതി ഉയർന്നത്. അങ്ങനെയാണ് മുഴുവൻ ക്യാപ്ച ചോദ്യവും 3 ചുരുക്കിയത്. എന്നാൽ ചോദ്യങ്ങൾ പരിഷ്കരിച്ചെങ്കിലും ലേണേഴ്സ് പരീക്ഷയിലെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. വട്ടം കറക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള ആക്ഷേപം. ലേണേഴ്സ് പരീക്ഷയ്ക്ക് തീയതി ലഭിക്കാൻ നാളുകൾ കാത്തിരിക്കണം. സമയം തീർന്ന് പരീക്ഷയിൽ തോറ്റാൽ വീണ്ടും പരീക്ഷ. വാർത്തകൾ തുടർന്നു. ചെങ്കോട്ടയിലെ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച ഡൽഹി പോലീസ്. ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണിതെന്ന് കണ്ടെത്തൽ. ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചാവേറായി പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. ഇയാളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിനായി ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് എന്നാണ് സൂചന. സ്ഫോടനത്തിന് ഫരീദാബാദ് ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഫരീദാബാദിലെ ആശുപത്രിയിൽ ഒളിപ്പിച്ച 360 കിലോ RDX, AK-47 തോക്ക്, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഫരീദാബാദിൽ നിന്നും ബദർപൂർ അതിർത്തി കടന്നാണ് കാർ ഡൽഹിയിലെത്തിയതെന്ന് കണ്ടെത്തി. കാറിൽ ഡോക്ടർ ഉമർ മുഹമ്മദ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിലയിരുത്തൽ. ഔട്ടർ റിംഗ് റോഡ് വഴിയെത്തിയ കാർ ചെങ്കോട്ടയ്ക്ക് സമീപം 3 മണിക്കൂറാണ് നിർത്തിയിട്ടത്. കറുത്ത മാസ്ക് ഇട്ടയാൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ കാർ 3 മണിക്കൂർ പലതവണ കൈമാറിയ കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖ് എന്നയാളാണ്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. UP, ഡൽഹി, ബീഹാർ സ്വദേശികളാണ് കൊല്ലപ്പെട്ടത്. 8 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. UP സ്വദേശി ദിനേശ് മിശ്ര, ഡൽഹി സ്വദേശി അമർ കടാരിയ, ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഹസിൻ, ബീഹാർ സ്വദേശി പങ്കജ് സൈനി, UP സ്വദേശി റുമാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. 8 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 13 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. 30-ലേറെ പേർ ചികിത്സയിലാണ്. ചെങ്കോട്ട സ്ഫോടനം സംബന്ധിച്ച് വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റെഡ് ഫോർട്ട് പ്രദേശത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ചാവേർ ഭീകരാക്രമണ സാധ്യതയാണ് പരിശോധിക്കുന്നത്.
അപകടം നടന്ന സ്ഥലം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി വെള്ള കർട്ടൻ കൊണ്ട് മൂടി. 6 കാറുകളും 2 ഇ-റിക്ഷകളും ഒരു ഓട്ടോറിക്ഷയുമാണ് സ്ഫോടനത്തിൽ കത്തിനശിച്ചത്. അതേസമയം ഇന്നലെ രാത്രി പഹാർഗഞ്ച്, ദര്യഗഞ്ച് പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ പോലീസ് പരിശോധന നടത്തി. ഹോട്ടൽ രജിസ്റ്ററുകൾ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് 13 പേരെ ഇതുവരെ ചോദ്യം ചെയ്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ആക്രമണത്തിന് ഉപയോഗിച്ച കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാറിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്ന ആളുടെയെന്ന് സംശയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. പൊട്ടിത്തെറിക്കിരയാക്കിയ കാർ ഹരിയാന രജിസ്ട്രേഷനാണ്. HR 26 CE 7674 എന്ന നമ്പറിലുള്ള വെളുത്ത i20 കാറാണ് തകർന്നത്. ഡൽഹിയിൽ ചിലയിടങ്ങളിലായി കാർ ചുറ്റിക്കറങ്ങിയെന്നും കണ്ടെത്തി. സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ചെങ്കോട്ടയിലെ സുനേറി മസ്ജിദിന് സമീപം കാർ 3 മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു. 3:19 ഇവിടേക്ക് പ്രവേശിക്കുന്നതും 6:48 പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പിന്നാലെയാണ് പൊട്ടിത്തെറി സംഭവിച്ചത്. ലക്ഷ്യം തിരക്കേറിയ ചാന്ദ്നി ചൌക്ക് മാർക്കറ്റാണെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടെന്നാണ് വിവരം. ട്രാഫിക് സിഗ്നലിൽ കാർ പെട്ടതോടെ മാർക്കറ്റിന് സമീപത്തേക്ക് എത്താൻ സാധിച്ചില്ല. 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഡ്രൈവറുടെ മുഖം കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ മുഖം മറച്ച ഒരാളാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്. ബദൽപൂർ അതിർത്തിയിൽ നിന്നാണ് കാർ അവസാനമായി നഗരത്തിലേക്ക് എത്തിയത്. പിന്നീടുള്ള യാത്രാപാത അന്വേഷിക്കുകയാണ്. അതിനിടെ രാജ്യതലസ്ഥാനത്ത് വ്യാപക പരിശോധന തുടരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് സംസ്ഥാനത്തും ജാഗ്രത. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, കളക്ട്രേറ്റ്, ബീച്ചുകൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. 3 ദിവസം കർശന പരിശോധന ഉണ്ടാകുമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. രാത്രി പകൽ വ്യത്യാസമില്ലാതെയാകും പരിശോധന നടക്കുക. ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനത്തും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധനയാണ് നടക്കുന്നത്. വിമാനത്താവളങ്ങളിൽ ഡബിൾ ചെക്കിന് സമാനമായ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുക. 3 ദിവസം കർശന പരിശോധനയുണ്ടാകുമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. വിമാനത്താവളങ്ങളിൽ വാഹനങ്ങൾ കൂടുതൽ സമയമെടുത്ത് പരിശോധന നടത്തും. ലഗേജുകൾ 2 തവണ പരിശോധിക്കും. സുരക്ഷാ പരിശോധന മുന്നിൽ കണ്ടുകൊണ്ട് യാത്രക്കാർ നേരത്തെ എത്തണമെന്നും യാത്രക്കാരുടെയും വിമാനത്താവള ജീവനക്കാരുടെയും സുരക്ഷയാണ് പ്രധാനമെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചു. കോട്ടയത്തും ശക്തമായ പരിശോധന തുടരുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി പരിശോധന തുടരുമെന്ന് റെയിൽവേ സ്റ്റേഷൻ SHO റെജി പി ജോസഫ് പറഞ്ഞു. ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ആന്റി സബോർട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ടീം കോട്ടയത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് കോട്ടയം പ്ലാറ്റ്ഫോമിൽ വളരെ ഊർജിതമായിട്ട് പരിശോധന നടക്കുന്നുണ്ട്. അതിനുശേഷം ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡും ചങ്ങനാശ്ശേരിയിലേക്ക് പോകും. ഞങ്ങളതിനെ അനുഗമിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ആ പരിശോധന നടക്കും. ആലപ്പുഴ SPക്ക് ലെറ്റർ കൊടുത്തതിനെ തുടർന്ന് ചെങ്ങന്നൂരും കായംകുളത്തും പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുദ്യോഗസ്ഥന്മാരും RBFമാരും അവിടെയുണ്ട്. കോട്ടയത്ത് ഇന്നിപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെ യാതൊരു അസ്വാഭാവികമായ സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടില്ല. GRBയും RPFും വളരെ സംയുക്തമായിട്ട് പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. പരിശോധനയുടെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ വളപ്പിലെ കളക്ട്രേറ്റ് കോടതി, കളക്ട്രേറ്റിന്റെ പാർക്കിംഗ് ഏരിയ, എക്സൈസ് ഓഫീസ് തുടങ്ങിയ പ്രദേശങ്ങളിലും പരിശോധന നടത്തി. കൊച്ചി നഗരത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളും മെട്രോ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. നഗരങ്ങളിൽ ആളുകൾ കൂടുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, DRF, പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലും ബീച്ചിലും റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും സുരക്ഷാ പരിശോധന നടത്തി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.